So this is module 5, cables and suspension bridges. ഇതെന്ന് പറയുന്നത് ഒരു ഓഡിയോ ലെക്ചറാണ്. ജസ്റ്റ് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. സോ ഫസ്റ്റ് തന്നെ കേബിൾസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. കേബിൾസും അതിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡിങ്ങും പിന്നെ അതിൻ്റെ അനാലിസിസ്. സോ കേബിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഐദർ എ ടെമ്പററി ഓർ പെർമനൻറ്റ് സ്ട്രക്ചർ. ഇവിടെ നമ്മൾ സസ്പെൻഷൻ ബ്രിഡ്ജസിൻ്റെ കേസസ് ആണ് നോക്കുന്നത്. സോ സസ്പെൻഷൻ ബ്രിഡ്ജിൽ മെയിൻലി 2 കേബിൾസ് ഉണ്ടാവും ആൻഡ് it will be connected with a number of suspenders. ഓക്കെ, ഈ സസ്പെൻഡേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ റോഡ് വേ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇനി ഈ ടവേഴ്സിലുണ്ടാവുന്ന ബെൻഡിങ് മൊമെൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആങ്കർ കേബിൾസ് പ്രൊവൈഡ് ചെയ്യണത്. അതുപോലെ കേബിൾസ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2 ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് വെച്ചിട്ടാവാം. ഇറ്റ് ക്യാൻ ബി ഐദർ ഗൈഡഡ് പുള്ളി സപ്പോർട്ട് ഓർ എ റോളർ സപ്പോർട്ട്. പിന്നെ കേബിൾ പ്രൊവൈഡ് ചെയ്യണ സമയത്ത് ഈ ടോപ്പ് പോർഷനാണ് കേബിൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന സെൻട്രൽ സാഗ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി 1/10 ഓർ 1/15 ഓഫ് ദി സ്പാൻ എന്ന് പറയുന്നത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ദി 2 ടവേഴ്സ്. ഓക്കെ, ഇനി നമ്പർ ഓഫ് സസ്പെൻഡേഴ്സ് ഈ കൊടുക്കുന്ന ഹാങ്ങേഴ്സ് കൂടുതലാവണ കാരണം നമുക്ക് ആ കേബിൾസിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ കേബിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഫ്ലെക്സിബിൾ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റെസിസ്റ്റ് എനി ബെൻഡിങ് മൊമെൻറ്റ്. സോ ദി അഡ്ജസ്റ്റ് ദ ഷേപ്പ് ടു ദി ലോഡ്സ്. അവിടെ എന്ത് ലോഡാണ് ആക്ട് ചെയ്യുന്നത് ആ ലോഡിനനുസരിച്ചിട്ടുള്ള ഷേപ്പിലായിരിക്കും കേബിൾസ് വരാം. ഓക്കെ, ആൻഡ് അവരുടെ ലോഡ് റെസിസ്റ്റ് ചെയ്യണത് ഇറ്റ് ക്യാൻ ബി റെസിസ്റ്റഡ് ഓൺലി ത്രൂ ടെൻഷൻ. സോ മെയിൻലി കേബിൾസ് എപ്പോഴും സ്റ്റീൽ വെച്ചിട്ടായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഇക്വിലിബ്രിയം ഓഫ് കേബിൾസ്. സോ ഒരു കേബിൾ കൺസിഡർ ചെയ്യാണ്. ആ കേബിളിലെ നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. W1, W2, W3 പിന്നെ ഒരു W4 എന്ന് പറഞ്ഞൊരു UDL. ഓക്കെ, സോ കേബിൾ എന്ന് പറയുന്നത് ഈ ഒരു കേർവ്ഡ് പോർഷനാണ് നമ്മുടെ കേബിൾ. AB എന്നാണ് പറയുന്നത് കേബിൾ. ഓക്കെ, നമ്മൾ ഐഡിയലി ആയിട്ട് അതിൻ്റെ ലോഡിങ്സ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ്. ബട്ട് ആക്ച്വലി ഈ കേർവ്ഡ് ആണ് കേബിൾ എന്ന് പറയുന്നത്. ഈ കേബിളിൻ്റെ 2 എൻഡിലും 2 വെർട്ടിക്കൽ ഫോഴ്സസ് ഷിയർ ഫോഴ്സസ് ഉണ്ട്. അതുപോലെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് Hഉം ആക്ട് ചെയ്യും. ഇപ്പം നമ്മൾ ഒരു സെക്ഷൻ കട്ട് ചെയ്തു, എക്സ് എന്നുള്ള സെക്ഷൻ കട്ട് ചെയ്തു. സെൻട്രൽ സാഗ് അല്ലെങ്കിൽ XX സെക്ഷനിൽ വരുന്ന സാഗ്, ഓക്കെ, ദാറ്റ് ഇസ് Y. ഇനി വി ആർ ഫൈൻഡിങ് ദി മൊമെൻറ്റ് അബൌട്ട് ദ പോയിൻറ്റ്. ഓക്കെ, ഈ സെക്ഷൻ കട്ടാണ് പോയിൻറ്റ്, കേബിളിൽ കട്ടാണ് പോയിൻറ്റിലേക്കുള്ള മൊമെൻ്റ് ആണ് നമ്മൾ എടുക്കാൻ പോണത്. സോ MX വിൽ ബി ഈക്വൽ ടു VA ഇൻറ്റു ഈ സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് X ആണ്. Okay, so VA into X. Since it is clockwise, I am taking clockwise as positive. Minus W1 into X minus A1 minus W2 into X minus A2 minus H into Y. H into Y എന്ന് എടുക്കുകയാണെങ്കിലും it is in the anti-clockwise direction. അതുകൊണ്ടാണ് മൈനസ് വന്നത്. ഓക്കെ, സോ നമ്മുടെ മൊമെൻറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് HY is equal to VAX minus W1 into X minus A1 minus W2 into X minus A2. ഓക്കെ, സോ ഈ ഒരു ടേം, ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് ബീം മൊമെൻ്റ് ആണ്. നമ്മൾ വെർട്ടിക്കൽ ലോഡ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകണം മൊമെൻറ്റ്. അതിനാണ് നമ്മൾ ബീം മൊമെൻ്റ് ആയിട്ട് ജനറലൈസ് ചെയ്യണത്. ഇതാണ് ഇക്വിലിബ്രിയം ഓഫ് കേബിൾസ്. സോ HY is equal to ബീം മൊമെൻറ്റ്. ഇതാണ് നമുക്ക് കിട്ടണത്. ഇനി നമ്മൾ ഫസ്റ്റത്തെ ലോഡിങ് കേസ് കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് ദ കേബിൾ സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് ലോഡ്സ്. സോ ഒരു കേബിൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു സം കോൺസെൻട്രേറ്റഡ് ലോഡ്സ്. കോൺസെൻട്രേറ്റഡ് ലോഡ്സ് ആക്ട് ചെയ്യണ സമയത്ത് 2 എൻഡിലും 2 വെർട്ടിക്കൽ റിയാക്ഷൻസ് VA ആൻഡ് VB ഉണ്ടാവും. അതുപോലെ ഒരു ഹൊറിസോണൽ റിയാക്ഷനും ഉണ്ടാവും H എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫ്രം ഇക്വിലിബ്രിയം ഓഫ് കേബിൾ വി ഹാവ് HY is equal to MB. MB എന്ന് പറയുന്നത് ബീം മൊമെൻറ്റ്. ഓക്കെ, സോ നമുക്ക് ഇതിൽ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണോ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരാം അതായിരിക്കും ഈ കേസിൽ വരുന്ന ഡിഫ്ലക്റ്റഡ് ഷേപ്പ്. സോ ഇഫ് M1, M2 ആൻഡ് M3 ആർ ദി ബീം മൊമെൻറ്റ്സ് അറ്റ് ലോഡ് പോയിൻറ്റ് 1, 2 ആൻഡ് 3. സോ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റ്സിലുള്ള മൊമെൻറ്റാണ് M1, M2 ആൻഡ് M3 ആൻഡ് കറസ്പോണ്ടിങ് ഡിഫ്ലക്ഷൻസ് ആർ Y1, Y2 ആൻഡ് Y3. സോ ഫ്രം ദി ഇക്വേഷൻ ഓഫ് ദി ഇക്വിലിബ്രിയം, ഓക്കെ, ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് വെച്ചിട്ട് വി ക്യാൻ റൈറ്റ് Y1 is equal to M1 by H, Y2 is equal to M2 by H and Y3 is equal to M3 by H. ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്രോബ്ലം, കോൺസെൻട്രേറ്റഡ് ലോഡ് വരുമ്പോഴുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യണത്. ഓക്കെ,
സോ ഒരു പ്രോബ്ലം നോക്കാം. A light cable is supported at 2 points 20 meter apart which are at the same level. Same level ലാണ്. The cable supports 3 concentrated loads as shown in figure. The deflection at first point is found to be 0.8 meter. Find the tension in different segment and total length of the cable. So ഇതാണ് കേബിൾ. ഓക്കെ, കേബിൾ തന്നിട്ടുണ്ട്. കേബിളിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. Okay, the light cable is supported at 2 points 20 meter apart. So end to end distance 20 meter തന്നിട്ടുണ്ട്. കോൺസെൻട്രേറ്റഡ് 3 കോൺസെൻട്രേറ്റഡ് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട് 1, 2, 3 എന്നുള്ള പോയിന്റിൽ. ആൻഡ് നമുക്ക് 1 എന്നുള്ള പോയിന്റിലുള്ള ഡിഫ്ലക്ഷനും തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 0.8 മീറ്റർ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടെൻഷൻ ഇൻ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആൻഡ് ടോട്ടൽ ലെങ്ത് ഓഫ് ദി കേബിൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഇസ് വി എ ആൻഡ് വി ബി കണ്ടുപിടിക്കുകയാണ്. സോ വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു 40 പ്ലസ് 30 പ്ലസ് 20. ആൻഡ് നെക്സ്റ്റ് വി ആർ ടേക്കിംഗ് ദി മൊമെൻറ്റ് അബൌട്ട് എനി പോയിൻറ്റ് എ ഓർ ബി. സോ ഇൻ ദിസ് കേസ് വി ഹാവ് ടേക്കൺ ദി മൊമെൻറ്റ് അബൌട്ട് എ. സോ മൊമെൻറ്റ് അബൌട്ട് എ എടുക്കുമ്പോൾ ഏതൊക്കെ ഫോഴ്സസ് വരും? 40 ഇൻറ്റു എയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇസ് 5 meter. So 40 into 5. Since it's clockwise, we are taking clockwise as positive. Plus 30 into 10. Plus 20 into 15. Minus VB എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് ആണ്. മൈനസ് VB into 20 equal to 0. Equation solve ചെയ്താൽ we will get the corresponding reactions VB and VA. ഇനി VBയും VA കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ M1, M2 ആൻഡ് M3 3 പോയിന്റിലുണ്ടാവുന്ന മൊമെൻറ്റുകൾ കണ്ടുപിടിക്കുകയാണ്, ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, സോ ജസ്റ്റ് ഇമാജിൻ നമ്മൾ ഇപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സെക്ഷൻ കട്ട് ചെയ്തു. ഇറ്റ് ഈസ് പാസിങ് ത്രൂ പോയിന്റ് 1. സോ വി ക്യാൻ ഐദർ കൺസിഡർ ദി ലെഫ്റ്റ് സെക്ഷൻ ഓർ ദി റൈറ്റ് സെക്ഷൻ ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുമ്പോൾ. സോ നമ്മൾ എവിടെയാണോ ലോഡ് കുറവുള്ളത് ആ സെക്ഷൻ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ അവിടെ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് ദാറ്റ് ഇസ് ബീം മൊമെൻറ്റ്, വെർട്ടിക്കൽ ലോഡ് കൊണ്ട് ഉണ്ടാവുന്ന മൊമെൻ്റ് ആണ് കൺസിഡർ ചെയ്യണത്. സോ നമ്മൾ ലെഫ്റ്റ് സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ വിൽ ഹാവ് വി എ ഇൻറ്റു 5. ഇനി സിമിലർലി നമ്മൾ M2 എടുക്കുകയാണ്. നമ്മൾ സെക്ഷൻ കട്ട് ചെയ്തു. വി ക്യാൻ ഐദർ കൺസിഡർ ദ ലെഫ്റ്റ് സെക്ഷൻ ഓർ ദി റൈറ്റ് സെക്ഷൻ. സോ ഇൻ ദിസ് കേസ് വി ഹാവ് കൺസിഡർഡ് ദി ലെഫ്റ്റ് സെക്ഷൻ. സോ അവിടെ വി എ ഇൻറ്റു 10 മൈനസ് 40 ഇൻറ്റു 5. ഇനി മൊമെൻറ്റ് അറ്റ് ദി പോയിൻറ്റ് 3. സോ പോയിൻറ്റ് 3യിൽ നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും ഫോഴ്സസ് കുറവ്. സോ റൈറ്റ് സെക്ഷൻ കൺസിഡർ ചെയ്തു. അവിടെ വി ബി ഇൻറ്റു 5 എന്ന് വന്നു. സോ വി ഹാവ് M1, M2 ആൻഡ് M3. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫസ്റ്റ് പോയിന്റിലെ ഡിഫ്ലക്ഷൻ ദാറ്റ് ഇസ് Y1 എന്ന് പറയുന്നത് 0.8 മീറ്റർ ആണ്. ഓക്കെ, Y1 ഇസ് 0.8 മീറ്റർ. സോ നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ചിട്ട് HY ഇസ് ഈക്വൽ ടു MB എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഓരോ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ്. സോ HY ഈക്വൽ ടു MB നമ്മൾ ഫസ്റ്റത്തെ പോയിന്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ H ഇസ് ഈക്വൽ ടു M1 ബൈ Y1 കിട്ടും. അതിന് നമുക്ക് H കിട്ടി. സോ H എന്ന് പറയുന്നത് ആ ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ഇനി നമ്മൾ Y2 കണ്ടുപിടിക്കണം. Y2 കണ്ടുപിടിക്കാൻ M ഡിവൈഡഡ് ബൈ H ചെയ്യുക. സോ M2 ഡിവൈഡഡ് ബൈ H ചെയ്യുമ്പോൾ നമുക്ക് Y2ൻ്റെ വാല്യൂ കിട്ടും. സിമിലർലി Y3 കിട്ടാൻ വേണ്ടിയിട്ട് M3 ഡിവൈഡഡ് ബൈ H ചെയ്തു. സോ നമുക്ക് ഓരോ പോയിന്റിൽ ഉണ്ടാവുന്ന വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻസ് കിട്ടി. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഓരോ ആംഗിൾസാണ്. ഏതൊക്കെ ആംഗിളിലാണ് ഈ ഡിഫ്ലക്റ്റ് ആയിരിക്കുന്നത്. സോ നമ്മളിവിടെ ആംഗിൾസ് മാർക്ക് ചെയ്യണം. θ1, θ2, θ3 ആൻഡ് θ4. ആൻഡ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഓരോ ആംഗിൾസും കണ്ടുപിടിക്കുകയാണ് ടാൻ തീറ്റ വെച്ചിട്ട്. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു Y1 ബൈ 5 ദാറ്റ് ഇസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ നമുക്ക് θ1ൻ്റെ വാല്യൂ കിട്ടും. ഇനി ടാൻ θ2 എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഒരു ചെറിയ ട്രയാങ്കിളാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാനിത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Y2 മൈനസ് Y1 ആവും. ഓക്കെ, സോ അതാണ് ടാൻ θ2 ഈക്വൽ ടു Y2 മൈനസ് Y1 ബൈ 5. സോ θ2 കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ ടാൻ θ3യും ടാൻ θ4ഉം കണ്ടുപിടിച്ചു. ഇനി ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണ്? ടെൻഷൻ ഇൻ ഈച്ച് കേബിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ സെഗ്മെൻറ്റിൽ വരുന്ന ടെൻഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ
ഓരോ പോയിൻ്റാണ് അറ്റ് എ ടൈം കൺസിഡർ ചെയ്യണത്. സോ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്തിട്ട് ആ പോയിന്റിൽ വരുന്ന ഫോഴ്സസ് മാർക്ക് ചെയ്യുക. ഓക്കെ, ആ ഫോഴ്സസ് മാർക്ക് ചെയ്തു. T1 T2 പിന്നെ വരുന്ന കോൺസെൻട്രേറ്റഡ് 40 മാർക്ക് ചെയ്തു. പിന്നെ ഇൻക്ലൂഡ് ആംഗിൾസ്. എന്നിട്ട് നമ്മൾ സൈൻ റൂൾ വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യണത്. ഓക്കെ, സോ സൈൻ റൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? T1 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾ. ഓക്കെ, സോ ഈ കേസിലൂടെ T1 ഡിവൈഡഡ് ബൈ സൈൻ ഇൻറ്റു 90 മൈനസ് θ2 വിൽ ബി ഈക്വൽ ടു T2 ഡിവൈഡഡ് ബൈ സൈൻ 90 പ്ലസ് θ1 is equal to 40 divided by 180 minus θ1 plus θ2. ഓക്കെ, സോ നമ്മൾ ഓരോ പോയിൻ്റ് ഇതേപോലെ കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമ്മൾ സൈൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് കറസ്പോണ്ടിങ് T1 T2 T3 T4 കണ്ടുപിടിക്കുക. ഇനിയാണ് നമ്മൾ ടെൻഷൻസ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ ലെങ്ത് ആണ്. ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ടാൻ തീറ്റ വെച്ചിട്ട് തന്നെ ചെയ്യും. ഓരോ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ ടാൻ തീറ്റ കിട്ടും. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ നമ്മൾ ടാൻ തീറ്റന് പകരം കോസ് തീറ്റ തന്നെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം L1 എന്ന് പറയുന്ന ലെങ്ത്താണ് നമുക്ക് വേണ്ടത്. സോ L1 കിട്ടാൻ വേണ്ടിയിട്ട് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അറിയണ വാല്യൂ എന്താണ്? അഡ്ജസൻറ്റ് സൈഡിൻ്റെ വാല്യൂ അറിയാം, ദാറ്റ് ഇസ് 5. ഓക്കെ, സോ L1 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോസ് തീറ്റ യൂസ് ചെയ്തു. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനിയസ്. എനിക്ക് എല്ലാ ട്രയാങ്കിൾസിനെയും ഹൈപ്പോട്ടേനിയസാണ് വേണ്ടത്. സോ ഞാൻ കോസ് തീറ്റ വെച്ചിട്ട് സോൾവ് ചെയ്യണം. സോ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L1 പ്ലസ് L2 പ്ലസ് L3 പ്ലസ് L4. സോ L1 വിൽ ബി 5 ബൈ കോസ് θ1, L2 വിൽ ബി 5 ബൈ കോസ് θ2, L3 വിൽ ബി 5 ബൈ കോസ് θ3 ആൻഡ് L4 വിൽ ബി 5 ബൈ കോസ് θ4. ഓക്കെ, എല്ലാ വാല്യൂസും നമ്മൾ നേരത്തെ കിട്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു വിൽ ഗെറ്റ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി കേബിൾ. ഓക്കെ.